ലാസ്റ്റ് പരീക്ഷയായിരുന്നു മാത്തമാറ്റിക്സ്. അപ്പോൾ ജയരാജ് എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവൻ പിന്നിലിരുന്ന് അവൻ്റെ അടുത്ത് ഇറങ്ങി പരീക്ഷ എഴുതി ഇറങ്ങാൻ നേരത്ത് അവനെടുത്തോ എടാ ഈ ഗ്രാഫ് കൂടി വരച്ചേക്കാൻ പറഞ്ഞു, 10 മാർക്ക് കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, അത്രയൊക്കെ മതി, അത്രയൊക്കെ എഴുതിയാൽ മതി, എനിക്ക് തോൽക്കുകയാണെങ്കിൽ തോറ്റുപോട്ടെ എന്നുള്ള രീതിയിൽ ഞാനങ്ങ് ഇരുന്നു. പക്ഷെ അന്ന് ഞാൻ ആ ഗ്രാഫ് വാങ്ങിച്ച് എഴുതിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്നിവിടെ JB ജംഗ്ഷനിൽ ഇവിടെ ഇരിക്കാൻ പറ്റില്ലായിരുന്നു. ഒരു ഗ്രാഫ് ആ ജയരാജ് എന്ന് പറഞ്ഞവൻ നൽകിയിരുന്ന ആ ഗ്രാഫ് ഞാൻ ഗോപി സുന്ദർ വരച്ചിരുന്നെങ്കിൽ. ഈ ജയരാജേട്ടനെ ഞാൻ പരിചയപ്പെട്ടു കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട്. ഞങ്ങൾ വട്ടവടയിലാണ് താമസിക്കുന്നത്. ഇവിടെ വന്ന് ഞങ്ങൾക്ക് കാട്ടിലൂടെ കറങ്ങാൻ പോകാനും വാട്ടർഫോൾസിലൊക്കെ പോകാനും നമ്മുടെ കൂട്ടർ ചേട്ടൻ ഹെൽപ്പിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സംസാരിച്ച കൂട്ടത്തിലാണ് എനിക്ക് മനസ്സിലായത് ആ ജയരാജാണ്, ഈ വീഡിയോയിൽ കണ്ട ജയരാജാണ് ഈ ജയരാജൻ. അപ്പൊ ഇതാണ് ജയരാജേട്ടൻ. ഗോപി സുന്ദർ എന്ന് പറയുന്ന മഹത് വ്യക്തിയുടെ ക്ലാസ്മേറ്റ് ആയിരുന്നു. ഇവിടെ വെച്ചിട്ട് ഇദ്ദേഹം ഒരുപാട് ഹെൽപ്പ് ഞങ്ങൾക്ക് ചെയ്തു തന്നു. ഞങ്ങൾക്ക് വാട്ടർഫോൾസിൽ പോയി കുളിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കി തന്നു. അതും പ്രൈവറ്റ് വാട്ടർഫോൾസിൽ കാടിനുള്ളിലൂടെ നടന്ന് എന്തൊരവസ്ഥയല്ലേ, ഭണ്ഡാരം അടങ്ങിപ്പോയൊരവസ്ഥയാണ്. നടന്ന് ഞങ്ങള് കുറെ വാട്ടർഫോൾസിൽ കുളിച്ചു. ആ വീഡിയോസ് ഒക്കെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അന്നേരം ആ പോകുന്ന സമയത്തും അറിയില്ല ഇദ്ദേഹമാണ് ആ ജയരാജ് എന്നുള്ളത്. ജയരാജേട്ടാ, ചേട്ടൻ എങ്ങനെ കൂടെ പഠിച്ച കാര്യം അതൊന്ന് പറയോ? ഞാൻ പഠിച്ചത് എറണാകുളത്ത് എടപ്പള്ളി സെന്റ് ജോർജ് ഹൈസ്കൂളില് 10ാം ക്ലാസ് വരെ അവിടെ പഠിച്ച. അല്ല, ഈ ഗോപി ചേട്ടന്റെ കൂടെ പഠിച്ചെന്ന് പറയുന്നത് അവിടെയാണ്? ഗോപി സുന്ദറും ഞാനും 8, 9, 10 3 കൊല്ലം അവിടെയായിരുന്നു. ഒരേ ബെഞ്ചില് തൊട്ടടുത്ത് ഒരുമിച്ചിരുന്ന് പഠിച്ചതാണ്, ബാക്ക് ബെഞ്ചില്. ഓ, അടിപൊളി. സാധാരണ പുള്ളിക്ക് എന്ന് പറഞ്ഞ പഠിത്തത്തിനോട് വലിയ മിടുക്കില്ല പുള്ളിക്ക്. അങ്ങനെ പഠിത്തമൊന്നും വലുതായിട്ട് പഠിത്തമല്ല താല്പര്യം. എപ്പോഴും ബെഞ്ചില് ചുമ്മാ കൂട്ടിക്കൊണ്ടിരിക്കും. ഓ, അപ്പം ആ സമയം മുതൽ പുള്ളിക്ക് അതിനോടാണ് താല്പര്യം. പുള്ളി പഠിത്തം എന്ന് പറഞ്ഞ പുള്ളിക്ക് ഇഷ്ടമില്ല. പണ്ട് മുതലേ അദ്ദേഹത്തിന് ഈ ഒരു മ്യൂസിക്കിനോട് മാത്രമേ താല്പര്യമായിരുന്നു. ആ ലെവലിൽ തന്നെ അദ്ദേഹം കയറിപ്പോയിട്ട്. അതെ, ഈ ഗോപസുന്ദറായിട്ടുള്ള ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ നാളെ തൊട്ട് ബാക്ക് ബെഞ്ചിൽ ഒരുമിച്ചിരുന്നിട്ട് കുശു സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ടീച്ചർമാർ വിളിച്ചിട്ട് ജയരാജെ പഠിത്തത്തിൽ കുഴപ്പരുത്, ഗോപിസുന്ദർ അവൻ നല്ല റിച്ച് ഫാമിലിയിലാണ്, ജയരാജ് അങ്ങനെയല്ല പാവപ്പെട്ട ഒരു ഫാമിലിയിലാണ് എന്നും പറഞ്ഞ് ടീച്ചേഴ്സ് എന്നെ ഉപദേശിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഞങ്ങൾ ബാക്ക് ബെഞ്ചിൽ ഞങ്ങൾക്ക് ചെറിയ ഒരു ഡീലിംഗ് ബിസിനസ്. എന്റെ അച്ഛൻ ഇവിടെ നിന്ന് ഒരു 100-200 മണി ഓർഡർ അയച്ചെന്നാൽ തന്നെ അതിലൊരു തുച്ഛം വിളിച്ച് ഗോപിസുന്ദർ 100 വെച്ചോടാ. ഇങ്ങനെ ഞാൻ കൊടുക്കുന്ന ചില പൈസകൾ പുള്ളി ശേഖരിച്ചിട്ട് പുള്ളി തവല മേടിച്ചായിരുന്നു. ഓ, ഓക്കെ. ചേട്ടനും കൂടെ തവല മേടിക്കാൻ വേണ്ടിയാ ആദ്യമായിട്ടാണോ? ആദ്യമായിട്ട് പുള്ളി ഒരു തവല മേടിച്ച സ്വന്തമായിട്ട്. ഓ, അതില് പോലും ചേട്ടന്റെ ആ ഒരു മനസ്സ് അവിടെ 100-200 അതായത് ഞങ്ങൾ പരസ്പര ബന്ധത്തില് സ്നേഹത്തില് കൊടുക്കും. അപ്പൊ അതിങ്ങനെ പുള്ളി കുറച്ചായിട്ട് ശേഖരിച്ചിട്ട് പുള്ളി മേടിച്ച് അങ്ങനെ കുറെ ഇതൊക്കെ അഭിമാനിക്കാവുന്ന കാര്യമല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ആ തവല മേടിച്ചതിന് ശേഷം പുള്ളിയുടെ ലൈഫ് അങ്ങോട്ട് വഴിത്തിരിവായി മാറി. ചുമ്മാ ഇരിക്കുമ്പോ തന്നെ ഡെസ്കിൽ കൊട്ടിക്കൊണ്ടിരിക്കും. പണ്ട് മുതലേ അങ്ങനെയാ തബല. അതില് ആദ്യമായിട്ട് മനസ്സുകൊണ്ട് ഹെൽപ്പ് ചെയ്തൊരു വ്യക്തിയാണ് ഈ ഇരിക്കണേ. തബലയൊക്കെ വാങ്ങിക്കാൻ വേണ്ടിട്ട് ഹെൽപ്പ് ചെയ്തൊരു വ്യക്തിയാണിത്. എനിക്കിത് കേട്ടിട്ട് തന്നെ ഒരു സന്തോഷം തോന്നുന്നുണ്ട്. ഫ്രണ്ട്ഷിപ്പ്, അതാണ് ഫ്രണ്ട്ഷിപ്പ്. ആ ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും ഉണ്ടാവണ്ടേ? തീർച്ചയായിട്ടും ഉണ്ടാവണം. പുള്ളി ഈ സിനിമ നടൻ ദേവന്റെ അനിയന്റെ മോനാന്ന് പോലെ എനിക്ക് ലാസ്റ്റ് അറിയുന്നത്. ഓ, ഓക്കെ. പുള്ളിക്ക് അവർക്ക് തിയേറ്റർ ഉണ്ടായിരുന്നു, കൈരളി എന്നും പറഞ്ഞ് ചങ്ങമ്പുഴ പാർക്കിന്റെ അടുത്ത് തിയേറ്റർ ഉണ്ടായിരുന്നു പണ്ട്. പിന്നെ പുള്ളി എനിക്ക് വാക്മാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ വാക്മാനിന് കാസറ്റ് ഓരോ ദിവസം പുള്ളി മാറ്റി എനിക്ക് കൊണ്ടുവന്ന് തരും. അതായത് എന്നിട്ട് പിറ്റേ ദിവസം കൊടുക്കും പാട്ട് കേട്ട്. അപ്പൊ കാസറ്റൊക്കെ അല്ലേ. പിന്നെ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ, അതായത് അവിടെ നിന്ന് എറണാകുളത്ത് നിന്ന് വന്ന് ഇവിടെ താമസിക്കുന്ന ശേഷം അപ്പൊ ഫോണല്ല ഉപയോഗം. അപ്പൊ ഈ ലെറ്റർ, അതായത് കത്ത് എനിക്ക് അയക്കും. ഗോപിസുന്ദർ എനിക്ക് കത്ത് അയക്കായിരുന്നു. ഗോപിസുന്ദറിന്റെ ഞാൻ തിരിച്ചങ്ങോട്ട് കത്ത് അയച്ചിട്ടുണ്ട്. പുള്ളിയുടെ പഴയ അഡ്രസ്സിൽ, അതായത് CS ഗോപിസുന്ദർ, കെയർ ഓഫ് സുരേഷ് ബാബു, സാന്തം സുന്ദരം ഹൗസ്, BTS റോഡ്, എടപ്പള്ളി. തിരിച്ചയക്കുമായിരുന്നു അല്ലേ? അതിനുശേഷമാണ് പുള്ളി. എപ്പോഴാണ് നമ്മൾ ഈ ഒരു കണക്ഷൻ കോണ്ടാക്ട് നിന്നത്? ഏത് സമയം ഓർമ്മയുണ്ടോ? 95-ന് ശേഷം. 95-ന് ശേഷമാണ് അല്ലേ?
കണക്ഷൻ നിന്ന് പോയത്. ഓക്കെ. പുള്ളി പിന്നെ ചെന്നൈയിൽ പോയി മ്യൂസിക് പഠിച്ച് അങ്ങനെ പുള്ളിയുടെ വേറെ ലെവലിലേക്ക് മാറി വലിയ ആളായി, അവതാരമായി വലിയൊരു അവതാരമായിട്ട് മാറിയില്ലേ? അല്ല ചേട്ടൻ അതില് സന്തോഷമാണ്. എങ്ങനെയാണ് എക്സ്പീരിയൻസ്? നമ്മുടെ കൂടെ ഇരുന്നിട്ട് തൊട്ടൂര് ഇരുന്ന് പഠിച്ച നമ്മുടെ കൂട്ടുകാരൻ ഇത്ര വലിയ സംഭവമായി മാറിയത് തന്നെ നമുക്ക് വലിയ അഭിമാനമുള്ള കാര്യമാണ്. പറഞ്ഞു നടത്താൻ തന്നെ ഇതല്ലേ ഒരു സന്തോഷല്ലേ? ഇന്ന് ഗോപിസുന്ദർ എന്ന് പറഞ്ഞാൽ അത്രയും ക്ലോസ് ആയ ഒരു ഫ്രണ്ട്, അത്രയും വലിയ വളർച്ച, സ്വന്തം കഴിവ് കൊണ്ട് വളർന്ന മനുഷ്യനാണ്. ഇത് നമുക്ക് അഭിമാനം തോന്നും നമുക്ക് കൂടെ പഠിച്ചെന്ന്. അതെ. ഇത് പ്രോപ്പർ സ്ഥലം ഒന്ന് പറയുമോ ചേട്ടൻ? ഇവിടെ ചേട്ടൻ താമസിക്കുന്ന സ്ഥലം, ഗോപിച്ചേട്ടൻ അഡ്രസ് വേണ്ടേ? ഞാൻ താമസിക്കുന്ന സ്ഥലം വട്ടവടയിൽ കൊട്ടാക്കൊമ്പൂർ എന്ന സ്ഥലത്താണ്. കൊട്ടാക്കൊമ്പൂർ എന്ന സ്ഥലം. എത്ര വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നു? ബാക്കി ഒരു 27-28 വർഷമായിട്ട് ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. ഓക്കെ. ഇപ്പോ ചേട്ടന്റെ വീട് ഇവിടെ കുറച്ച് താഴെയാണ്. വീട്ടില് മോനും ഉണ്ട് അല്ലേ? മോനുണ്ട്. എത്രല്ല മോൻ പഠിക്കുന്നത്? മോൻ 8ാം ക്ലാസ് പഠിക്കുന്നു. 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മോള് +2 പഠിക്കുന്നു പെരുമ്പാവൂരിലെ ഹോസ്റ്റലിൽ നിന്ന്. വൈഫ് കൊടൈക്കനാലാണ് കേട്ടിരുന്നത്. കൊടൈക്കനാലാണ്. ഓക്കെ. ഇത് ചേട്ടന്റെ ആണല്ലേ ഇവൻ? ഹലോ കുട്ടു. ഹായ് വാലാട്ടി. പക്ഷെ എനിക്കൊരു റിക്വസ്റ്റ്, അതായത് ഞങ്ങൾ ഈ മൂന്നാറിൽ നിന്ന് 42 കിലോമീറ്റർ ദൂരം വട്ടവട എന്ന സ്ഥലത്താണ് ഞാൻ സ്ഥിതി ചെയ്യുന്നത്. എന്റെ താമസ ഫാമിലി എല്ലാം ഇങ്ങോട്ട് നമ്മുടെ കൂട്ടുകാരനായിട്ട് ഗോപിസുന്ദർ ഇവിടെ വരണം. ഓക്കെ. ഒന്ന് വരണം എന്ന് ആഗ്രഹിക്കുന്നു അല്ലേ? ഇത്രയും വലിയ നിലയിൽ നിൽക്കുന്ന ഒരു വ്യക്തി വരുമെന്ന് ചേട്ടന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും വരും. അത്രയും ക്ലോസ് ആയിരുന്നു. തീർച്ചയായിട്ടും വരും അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഗോപിച്ചേട്ടൻ കാണട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. വരണം. ഓക്കെ. ഗോപിച്ചേട്ടാ കേട്ടോ, ഗോപിസുന്ദർ സാർ താങ്കളുടെ ക്ലാസ്മേറ്റാണ് എൻ്റെ മുന്നിൽ ഇരിക്കണത്. ഭയങ്കര രസമായിട്ട് തോന്നി. എന്ന് വെച്ചാൽ പുള്ളി ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് വണ്ടർ അടിച്ചു. പുള്ളിയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് ഒരിക്കലെങ്കിലും ഗോപിച്ചേട്ടൻ ഇങ്ങോട്ടൊന്ന് വന്ന് ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് പുള്ളിനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് സാധിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് സാധിച്ചു കൊടുക്കണം കേട്ടോ. ചേട്ടൻ്റെ ആഗ്രഹം പോലെ ഗോപിസുന്ദരേട്ടൻ അദ്ദേഹം ഈ വീഡിയോ കാണട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. വീഡിയോ കണ്ടാൽ ജയരാജേട്ടനെ ഒന്ന് തേടി വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. വന്നു കഴിഞ്ഞാൽ ഹാപ്പി ആവുമോ? തീർച്ചയായിട്ടും. വന്നൊന്ന് കണ്ടൊന്ന് കെട്ടിപ്പിടിച്ചുള്ള ഒരു അവസ്ഥ ഒന്നാലോചിക്ക്. ഉറപ്പാണ് ഗോപിച്ചേട്ടാ. നോട്ട് ചെയ്യല്ലോ, അതേ വിശ്വസിച്ചാണ് ഇരിക്കണം കേട്ടോ. അപ്പൊ ഒന്ന് സാധിച്ചു കൊടുത്തേക്കോ അദ്ദേഹത്തിന്റെ ആഗ്രഹം കേട്ടോ. പറ്റുമെങ്കിൽ നിങ്ങൾ വലിയ വ്യക്തിയാണ്, സാധിക്കുമെങ്കിൽ ഒന്ന് സാധിച്ചു കൊടുക്കും. സൈക്കിൾ തൊട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. വെള്ള BS സൈക്കിൾ. അത്രയ്ക്ക് ഓർമ്മകൾ ഉണ്ടെന്നുള്ളതാണ്. എന്തായാലും ഗോപിച്ചേട്ടാ ഒന്ന് ഹെൽപ്പ് ചെയ്യും, ഒന്ന് കണ്ടോട്ടെ. കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ്. താങ്ക് യു.